കുത്തിവെപ്പെടുത്ത സൂചി ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് ഒരു വർഷത്തോളം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ആറന്മുള സ്വദേശിനി വത്സല രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്തെങ്കിലും മുഴുവൻ സൂചിയും പുറത്തെടുക്കാനായില്ലെന്ന് വത്സല പറയുന്നു. കോഴഞ്ചേരി ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് കിടന്നതാ. അന്ന് കിട്ടിയ ഇഞ്ചക്ഷനാ, അത് മരുന്ന് കല്ലിച്ച് കിടക്കുവാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം പിന്നെ ഇപ്പോൾ ഒരു കൊണ്ട് നടന്ന് മടുത്ത് ഇപ്പം വേദന കൂടിയപ്പോഴാണ് ആശുപത്രി ചെന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് സൂചിയാണെന്ന് കണ്ടത്. ഞാൻ ഇവിടെ തുണി തയ്ക്കാറൊന്നുമില്ല, എനിക്കിവിടെ കണ്ണും കാണത്തില്ല, സൂചിയും കോർക്കാൻ കണ്ണും കാണത്തില്ല, ഞാൻ തുണി തയ്ക്കാറുമില്ല. ഈ വീട്ടിൽ സൂചി നൂലൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് തുണി തയ്ക്കുന്ന സൂചി കയറുന്ന ഡോക്ടർമാർക്കറിയാമല്ലോ, കുത്തിവെച്ചപ്പോൾ ഞാൻ സൂചിയാണെന്ന് അവർ സമ്മതിച്ച് തരുമോ? ഇപ്പം പകുതി എടുത്തു, ഓപ്പറേഷൻ ചെയ്ത് പകുതി ഇനി അതിനകത്തിരിക്കുന്നു. അതിന് വേദന എനിക്ക് സഹിക്കാൻ വേദന, ഞാൻ കിടക്കുക. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി ആരോഗ്യ വകുപ്പിനെതിരെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പല ശസ്ത്രക്രിയകൾ നടത്തിയപ്പോഴും ഗുരുതരമായ ചികിത്സാ പിഴവുകൾ, രോഗികളുടെ മരണം വരെ സംഭവിച്ച അവസ്ഥ, വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിയ സാഹചര്യം. പക്ഷെ അവിടെയൊക്കെ ആരോഗ്യ വകുപ്പിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു വകുപ്പ് സ്വീകരിച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണം. ശരീരത്തിനുള്ളിൽ സൂചി കുടുങ്ങിക്കിടന്നത് ഒരു വർഷത്തോളം എന്നാണ് പറയുന്നത്. സംഭവത്തിൽ എന്താണ് ഈ വത്സല പറയുന്നത്? അതോടൊപ്പം ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? കോഴഞ്ചേരി സ്വദേശിനിയായ വത്സല കുമാരിയാണ്, അതായത് 68 വയസ്സ് വരെ വത്സലയാണ് ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു വർഷം മുമ്പ് ഈ ശരീരത്തിൽ ഒരു കുത്തിവെപ്പെടുത്താണ്. ആ കുത്തിവെപ്പെടുത്ത സമയത്ത് സൂചി ഒടിഞ്ഞ് ശരീരത്തിനുള്ളിൽ കയറിയിരുന്നു. ഇത് പിന്നീട് ആശുപത്രി അധികൃതർ ശ്രദ്ധിച്ചില്ല. തുടർന്ന് വേദന എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ സാധാരണഗതിയിൽ മറ്റെന്തെങ്കിലും ആണെന്നാണ് വത്സല ധരിച്ചു വെച്ചത്. പിന്നീട് കൊണ്ട് പരിശോധിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് ഈ ശരീരത്തിനുള്ളിൽ സൂചി ഇരിക്കുന്നതായി കണ്ടത്. പിന്നീട് ഈ പല പ്രാവശ്യം കാലിന്റെ വേദനയുമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഇത് വലിയ കാര്യമായി എടുക്കുകയും ചെയ്തില്ല. പിന്നീടാണ് ഈ ഞാൻ സൂചിപ്പിച്ച പോലെ എക്സ്റേ എടുത്തതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജനറൽ ആശുപത്രി എത്തി സർജറി ചെയ്തപ്പോൾ സ്വാഭാവികമായും ഈ സൂചി ഒടിഞ്ഞ നിലയിലാണ്. പകുതി മാത്രമാണ് എടുത്തത്. പകുതി ഇപ്പോഴും ശരീരത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയും തന്നെയാണ് ഈ വത്സലയ്ക്കുള്ളത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയും തന്നെയാണ് ഈ കുത്തിവയ്പ്പ് വത്സല എടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ ആശുപത്രി അധികൃതർ ഇപ്പോൾ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എവിടെ നിന്നാണ് കുത്തിവയ്പ്പെടുന്ന അറിയില്ല, പക്ഷേ അത്തരം സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇവിടുന്ന് തന്നെയാണോ എടുത്തത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ശരീരത്തിനുള്ളിലെ പൂർണ്ണമായി സൂചി നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യം കൂടി ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പകുതി സൂചി ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നുള്ളതാണ് പറയുന്നത്. അത് വേദനയും ഈ വത്സലയ്ക്കുണ്ട്, ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഒരു പ്രാഥമിക അന്വേഷണ തലത്തിൽ ആശുപത്രിക്ക് വീഴ്ച ഉണ്ടായതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ച് മുരളീധരൻ ഇത് സംബന്ധിച്ച് DMOയുടെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. നമുക്കറിയാം ശശിനാരായണൻ, കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ടത് ആരോഗ്യവകുപ്പാണ്. കാരണം ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ, അവിടെയൊക്കെ ഈ ഡോക്ടർമാരുടെ റിപ്പോർട്ട്, അതായത് ഈ ആശുപത്രി അധികൃതരുടെ റിപ്പോർട്ട് പലപ്പോഴും ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നതായിരുന്നു. പിന്നീട് അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് ഒരു ഡോക്ടർക്കെതിരെ പോലും, ഇത്രയധികം മരണം പോലും സംഭവിച്ചിട്ട് ഒരു ഡോക്ടർക്കെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വരുന്നു, പല പോരാട്ടങ്ങളും നടത്തിയിട്ടുള്ളതാണ് UDF. സ്വാഭാവികമായും ഈ ആരോപണ വിധേയർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുകയും അത് സംബന്ധിച്ച് പരാതികൾ വ്യാപകമാവുകയൊക്കെ ചെയ്യുമ്പോഴും അതിന് റിപ്പോർട്ട് തേടിക്കൊണ്ട് മന്ത്രി പറയുകയും ചെയ്യും. പക്ഷെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ ആരോഗ്യത്തിലെ ഡോക്ടർമാരായാലും ജീവനക്കാരായാലും പിന്നീട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അത്തരം ഒരു സാഹചര്യം മുൻകാലങ്ങളിലെല്ലാം അനുഭവമുണ്ട്. എന്ത് വിഷയം വന്നാലും അതിന് റിപ്പോർട്ട് തേടും. ആ റിപ്പോർട്ട് തേടിയ ശേഷം പിന്നെ ആ രോഗിക്കോ അല്ലെങ്കിൽ ആ സംഭവത്തിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇത്തരം ഒരു പരാതി വന്ന സമയം തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ആശുപത്രിയുടെ കയ്യിൽ വീഴ്ച ഉണ്ടായെന്നും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലേക്കാണ് അന്വേഷണം പോകുന്നത്. സൂപ്രണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്
ഈ ജില്ലാ ആശുപത്രിയിൽ തന്നെയാണോ വത്സല വന്ന് ഈ കുത്തിവെപ്പെടുത്തത് സ്ഥിരീകരിക്കാൻ കഴിയില്ല, അറിയില്ല. എന്തായാലും ഈ സൂചി തന്നെയാണ് ഇതിനകത്ത് ഇരുന്നിട്ടുള്ളത്. അത് പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. അവിടെയാണ് ശസ്ത്രക്രിയ ചെയ്തത്. അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. പക്ഷേ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഈ സൂചി നീക്കം ചെയ്തിട്ടില്ല, പകുതി ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് വത്സല വ്യക്തമാക്കാത്തതിലുള്ള വേദനയുമുണ്ട്. എന്തായാലും തന്റെ അവസ്ഥയ്ക്ക് ഒരു കൃത്യമായ ഒരു നടപടി ഈ കുറ്റക്കാർക്കെതിരെ, ചികിത്സാ പിഴവ് നടത്തിയ ഡോക്ടർക്കെതിരെ, അധികൃതർക്കെതിരെ നടപടി വേണമെന്നാണ് വത്സല ആവശ്യപ്പെടുന്നത്. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.